സഞ്ജു സാംസൺ ഷോർട്ട് ബോളുകളിൽ പിഴയ്ക്കുന്നു എന്ന് ഒരു വാദമുണ്ട്. ശരിയാണ്. നമ്മൾ കഴിഞ്ഞ ഇന്ത്യ ഇംഗ്ലണ്ട് T20 മാച്ചുകളിൽ 3 മത്സരങ്ങളിലും അദ്ദേഹം ഷോർട്ട് ബോളിൽ തന്നെയാണ് വീണത്. കൃത്യമായിട്ട് വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി തന്നെയാണ് ഇംഗ്ലണ്ട് ബൗളേഴ്സ് അദ്ദേഹത്തിനെതിരെ എറിഞ്ഞത്. ഷോർട്ട് ബോൾ കൃത്യം അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് നേരെ തന്നെ എറിഞ്ഞ് അദ്ദേഹത്തിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. പിന്നെ ഒരു കാര്യമുള്ളത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ജു സാംസൺ അല്ലേ, നമുക്കറിയാവുന്നതല്ലേ, അവൻ കളിച്ച് തിരിച്ച് കയറി വരും, നല്ല സൂപ്പറായിട്ട് കയറി വരും. നമുക്കറിയാം, ഒരാളൊന്ന് ചെറുതായിട്ട് കാലിടറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ്റെ കാച്ചോട്ടിലെ ബാക്കിയുള്ള മണ്ണോടെ വലിച്ചു മാറ്റി അവനെ മൂക്കിടിച്ച് താഴെ വീഴിക്കുന്ന ഒരു പ്രത്യേക സ്വഭാവം നമ്മുടെ മലയാളികൾക്കുണ്ട്. പിന്നെ ബാക്കി ഒരു ക്രിക്കറ്റ് പ്ലെയർ എന്ന നിലയിൽ അദ്ദേഹത്തിനുള്ള ഹേറ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്നും അങ്ങനെ ഉണ്ടാകാറുണ്ട്. ഇന്ത്യ മുഴുവൻ ഒരുപാട് ഫാൻസും ഒരുപാട് ഹേറ്റേഴ്സും ഉള്ളൊരു താരമാണ് സഞ്ജു സാംസൺ. അതായത് ഒരു 60-40 അല്ലെങ്കിൽ 70-30 എന്നുള്ള രീതിയിൽ 70% നമുക്ക് ഫാൻസ് ആണെങ്കിൽ 30% ഹേറ്റേഴ്സ് ഉള്ള ഒരു പ്ലെയറാണ് സഞ്ജു സാംസൺ. കാരണം എല്ലാവർക്കും കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയുന്ന പോലെ നമുക്ക് നമ്മുടെ സഞ്ജു സാംസൺ കയറണം എന്ന് പറയുന്ന പോലെ തന്നെ അന്യ സംസ്ഥാനത്തുള്ള മറ്റ് താരങ്ങൾ കയറണമെന്ന് അവരുടെ ആളുകൾക്കും ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂട്ടത്തിൽ ഒരുത്തൻ ഇച്ചിരി നന്നായിട്ട് കളിച്ചു കഴിഞ്ഞാൽ അവൻ അടിച്ചു പൊളിച്ച് കളിക്കുന്നുണ്ട്, അപ്പോൾ നമുക്ക് നമ്മുടെ പ്ലെയറിനെ കയറ്റി വിടാൻ ഇനി പാടായിരിക്കും എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് 1-2 വട്ടം അല്ലെങ്കിൽ 3 വട്ടം പിഴച്ചു കഴിഞ്ഞാൽ അവൻ്റെ പ്ലേയിങ് അത്യാവശ്യം പോരാ എന്ന് കണ്ടു കഴിഞ്ഞാൽ അവനെ വലിച്ച് താഴെ ഇടാൻ വേണ്ടി ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. പ്രിയപ്പെട്ട സഞ്ജു സാംസൻ്റെ ആരാധകരോടും സഞ്ജു സാംസൻ്റെ ബാറ്റിംഗ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരോടും നമ്മൾ പറയാനിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു വരും, നല്ല ഒന്നൊന്നര തിരിച്ചുവരവ് വരുന്ന ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ഇനിയും ഉണ്ടാകും, നല്ലൊരു തിരിച്ചുവരവ് ഉണ്ടാകും. എത്ര ഷോർട്ട് ബോൾസ് വന്നാലും അടിച്ച് പറത്തുന്ന ഒരു സഞ്ജു സാംസനെ നമുക്കിനിയും കാണാൻ പറ്റും. അങ്ങനെയൊന്നും വീണ് പോകുന്നവനല്ല. എന്താ പറയുക, വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്ന് പറയുന്നൊരു ശൈലി തന്നെ. അദ്ദേഹം കഷ്ടപ്പെട്ട് കയറിയെന്നാണ്, നല്ല സൂപ്പറായിട്ട് കളിക്കും. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ടാലൻസ്, ക്രിക്കറ്റ് കളി കാണുന്നവർക്കറിയാം അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ് എന്താണെന്നും ഏത് രീതിയിൽ അദ്ദേഹം ആക്രമിച്ച് കളിക്കുമെന്നുള്ളത്. അപ്പോൾ 1-2 വട്ടമൊക്കെ ഒന്ന് വീണ് പോകുമ്പോഴത്തേക്കും അങ്ങനെ നിലത്തടിച്ച് കളയുന്ന ടൈപ്പ് ആൾക്കാരല്ല. നല്ല ഒന്നാന്തരം ആരാധകരുള്ള നല്ല ഒന്നാന്തരം ഒരു ടീം പ്ലെയറാണ്, ടീം മാനാണ് സഞ്ജു സാംസൺ. അദ്ദേഹം തിരിച്ചു വരും, നല്ല ഒന്നൊന്നര തിരിച്ചു വരും.